ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പേഴ്സിനുള്ളിൽ നമ്മൾ വെക്കുന്ന ഒരു 3 കാര്യത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് പോയിന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സിനുള്ളിൽ നമ്മൾ വെക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എന്നേലും ഒരു കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് തടസ്സങ്ങൾ വരാതിരിക്കാനും നമ്മൾ ആ പോകുന്ന കാര്യം നമുക്ക് സാധിച്ച് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പേഴ്സിനകത്ത് ഈ ഒരു 3 കാര്യങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ അത് നമ്മുടെ പേഴ്സിൽ നമ്മൾ ചെയ്ത് അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോട്ടെ, അവിടെ നിന്ന് മാറ്റേണ്ട. അത് മറ്റാരും എടുക്കാത്ത രീതിയിൽ നിങ്ങൾ വെച്ചാൽ മാത്രം മതി. ഭദ്രമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. മറ്റാരും പിന്നെ നമ്മുടെ കയ്യിൽ തന്നെയാണെങ്കിൽ തറ വീഴാതെ ഒക്കെ ഒന്ന് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അല്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് ആ ബാഗിനകത്ത് അത് ഇരുന്നോളും. അത് ഇത്ര ദിവസവും നല്ല നമ്മുടെ ബാഗിൽ അത് ഇരുന്നോട്ടെ. നമ്മൾ വേറെ ബാഗോ അല്ലെങ്കിൽ വേറെ പേഴ്സോ മാറ്റുന്ന സമയത്ത് ഇതെടുത്ത് നമ്മൾ മാറ്റിയാൽ മതി. നിങ്ങൾക്കിത് പേഴ്സിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വരുന്ന ഐശ്വര്യവും ഭാഗ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് 100% ഉറപ്പാണ്. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പം ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് നല്ല ശുദ്ധവൃത്തി വേണം. നമുക്ക് പെരിസായിരിക്കുന്ന സമയത്തോ പുലുവാലായിരിക്കുന്ന സമയത്തോ അന്നേരം ഒന്നും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് പോകരുത്. ആ സമയമൊക്കെ നമുക്ക് ദോഷമാണ് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ആ സമയത്തൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായി വൃത്തിയായതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ രാവിലെ ഇപ്പോൾ കുളിച്ചതാ ഇനി വൈകിട്ട് ഇനിയിപ്പോൾ കുളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കുളിച്ച് നല്ല ശുദ്ധവൃത്തിയോട് കൂടി വേണം. നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിന്നല്ല, വിളക്ക് കത്തിച്ചതിന് ശേഷം. വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ തന്നെ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പച്ചക്കർപ്പൂരം വേണം, ഗ്രാമ്പൂ വേണം, പിന്നെ തുളസിയില വേണം, കുറച്ച് പൂക്കൾ വേണം. അപ്പോൾ ഈ തുളസിയില എന്നൊക്കെ പറഞ്ഞാൽ സന്ധിക്ക് നമുക്ക് പറിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. തുളസിയില സന്ധിക്ക് പറിക്കുന്ന ദോഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തുളസിയില ഇച്ചിരി നേരത്തെ പറിച്ച് നമ്മൾ വിളക്കിൻ്റെ എവിടെയെങ്കിലും വെച്ചേക്കുക. അതുപോലെ തന്നെ കുറച്ച് പൂക്കളും നമ്മൾ അതുപോലെ ചെയ്തേക്കുക. അത് പറിച്ച് നമ്മുടെ വീട്ടിലെ പൂക്കളായിരിക്കണം, അല്ല നമ്മൾ പുറത്തുനിന്ന് പറിക്കുന്ന ആയിരിക്കരുത്. നമ്മുടെ വീട്ടിലെ പൂക്കളായിരിക്കണം നമ്മൾ എടുത്ത് വെക്കുന്നത്. അടുത്ത വീട്ടിൽ നിന്ന് ഒന്നും ആയിരിക്കില്ല. അതൊരു ഇച്ചിരി പൂക്കളാണെങ്കിലും മതി. അത് നമ്മൾ പറിച്ചെടുക്കുക. എന്നിട്ട് ഇത്രയും കാര്യം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറാണ്. ആ വെള്ള പേപ്പർ നമ്മൾ ഒരു ബുക്കിൻ്റെ വരയിടാത്ത വെള്ള പേപ്പറാണ് നമ്മൾ വേണ്ടത്. ആ പേപ്പർ നല്ല ശുദ്ധമായ വൃത്തിയുള്ള പേപ്പർ തന്നെ ആയിരിക്കണം. അതും അല്ലാതെ അവിടെ എവിടെയും കിടക്കുന്ന പേപ്പറൊന്നും ആയിരിക്കില്ല. ഒരു ബുക്കിൻ്റെ പേപ്പർ മതി. അതിൻ്റെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. ആ പേപ്പർ എടുത്ത് ബുക്കിൻ്റെ വെള്ള പേപ്പറും കൂടെ എടുത്ത് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പാദത്തിൽ നമുക്ക് ഈ പൂക്കൾ അർപ്പിക്കാവുന്നതാണ്. ഈ പൂക്കൾ അർപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കൈകൂപ്പി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് വെച്ചതിന് ശേഷം വേണം പച്ചക്കർപ്പൂരവും തുളസിയിലയും പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഗ്രാമ്പുവാണ് ഇതിന് വേണ്ടത്. ഗ്രാമ്പും കൂടാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ഇത്രയും സാധനങ്ങൾ നമ്മളെടുത്ത് വിളക്കിൻ്റെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ചെയ്യേണ്ടത്. പേപ്പറും എടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരു പേനയും നിങ്ങൾ കൈ കരുതിയേക്കണം. ഒരു പേനയും കൈ കരുതണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വെള്ള പേപ്പർ പേനയും വേണം കരുതി വെക്കാനായിട്ട്. അപ്പം നമ്മൾ കർമ്മം ചെയ്യാനായിട്ട് ഏത് ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഞായറാഴ്ച, ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് 3 ദിവസം വേണ്ട, ഏതെങ്കിലും ഒരു ദിവസം. ഒന്നെങ്കിൽ ചൊവ്വാഴ്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ഇല്ലെങ്കിൽ ഞായറാഴ്ച. ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ വിളക്കിൻ്റെ അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ 3 പ്രാവശ്യം ഈ ഒരു മന്ത്രം നമ്മൾ ചെല്ലണം. വിളക്ക് കത്തിച്ചെടുത്ത് നിന്ന് ഓം ശ്രീം ശ്രീയേ നമ എന്ന് നമ്മൾ 3 പ്രാവശ്യം ചെല്ലുക. അങ്ങനെ ചെല്ലി നമ്മൾ മഹാലക്ഷ്മി ദേവിയെ നമ്മൾ അവിടെ കൊണ്ടുവരിക. ആ ഒരു മന്ത്രം ചൊല്ലി നമ്മളെ പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം അവിടെ നമുക്ക് കിട്ടുന്ന ഇതിലാക്കി നമ്മൾ ഈ ഒരു മന്ത്രം ചെല്ലുക. ഈ മന്ത്രം നമ്മൾ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ 3 പ്രാവശ്യം ആ വിളക്കിൻ്റെ അവിടെ നിന്ന് ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം നമ്മൾ ഒരു വെള്ള പേപ്പർ എടുക്കുക. ഒരു വെള്ള പേപ്പറല്ല, നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെള്ള പേപ്പർ എടുക്കുക. അതിൻ്റെ നടുക്ക് ശ്രീം എന്ന് നിങ്ങൾ എഴുതുക. ശ്രീം എന്ന് നിങ്ങൾ എഴുതിയതിന് ശേഷം ഒരു ഇച്ചിരി വലിപ്പത്തിൽ വേണം എഴുതാനായിട്ട്, തീരെ ചെറുതായിട്ടല്ല. ശ്രീം എന്ന് എഴുതിയതിന് ശേഷം ആ പേപ്പർ നമ്മൾ അവിടെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ പച്ചക്കർപ്പൂരം എടുക്കുക. പച്ചക്കർപ്പൂരം ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ, ഒത്തിരി വലുത് വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. ആ പേപ്പർ നമ്മളവിടെ വെക്കുക. അതിൻ്റെ നടുക്ക് നമ്മൾ ശ്രീന്ന് എഴുതി വേണം വെക്കാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്. അപ്പോൾ അത് നമ്മൾ ആ പേപ്പറിൽ എഴുതി നമ്മൾ വെക്കും. അവിടെ വെച്ചതിന് ശേഷം ഒരു പച്ചക്കർപ്പൂരം എടുക്കുക. പച്ചക്കർപ്പൂരം എടുത്തതിന് ശേഷം നമ്മൾ അത് 3 പ്രാവശ്യം ആ വിളക്കിന് ചുറ്റും നമ്മൾ ഒഴിയുക. അപ്പം നമുക്കിനിയിപ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആ വിളക്ക് നമ്മൾ മഹാലക്ഷ്മി ദേവിയായിട്ട് നമ്മൾ മനസ്സ് സങ്കല്പിച്ച് നമ്മളങ്ങ് ചെയ്താൽ മതി. ആ ഒരു വിളക്കിൻ്റെ അവിടെ നമ്മൾ 3 പ്രാവശ്യം ഒന്ന് ഒഴിയുക. പച്ചക്കർപ്പൂരം ഒരു കഷ്ണം എടുത്താൽ മതി. എടുത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞ് ഈ ഒരു മന്ത്രം ചെല്ലുക. ഓം ജയായേ നമ എന്ന് നമ്മൾ 3 പ്രാവശ്യം നമ്മൾ
ചൊല്ലണം. 3 പ്രാവശ്യം നമ്മൾ ചൊല്ലി അത് നമ്മൾ ആ ഒരു വെള്ള പേപ്പറിലേക്ക് നമ്മൾ എഴുതിയില്ലേ, അതിലിട്ട് ആ ഒരു ശ്രീം എന്നെഴുതി പേപ്പറിനകത്തോട്ട് നമ്മൾ ആ കർപ്പൂരം വെക്കുക. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പും ഇതുപോലെ 1 ഗ്രാമ്പു മതി. 1 ഗ്രാമ്പു എടുത്തതിന് ശേഷം നമ്മളിതുപോലെ 3 പ്രാവശ്യം ഗ്രാമ്പും ഒഴിയണം. ഒഴിയുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു മന്ത്രം ചെല്ലണം. ഓം ദാരിദ്ര്യ ധ്വംസിനി നമ എന്ന മന്ത്രം നമ്മൾ ചൊല്ലി ആ ഗ്രാമ്പു 3 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ആ പച്ചക്കർപ്പൂരം വെച്ചേക്കുന്ന ആ പേപ്പറിലേക്ക് നമ്മൾ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 അല്ലെങ്കിൽ 3 തുളസിയില എടുക്കുക. ആ തുളസിയില എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് ആ തുളസിയില എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ 3 പ്രാവശ്യം ഒഴിയുക. ഓം ശുഭപ്രദായ നമ എന്ന് 3 പ്രാവശ്യം നമ്മൾ ഈ തുളസിയിലയും ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം ഈ ഗ്രാമ്പും പച്ചക്കർപ്പൂരം വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിലോട്ട് ആ പേപ്പറിലേക്ക് അത് ഒന്നിച്ച് നമ്മൾ വെക്കുക. എന്നിട്ട് അത് നല്ലപോലെ നമ്മൾ മടക്കി അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളത് മടക്കി എടുത്ത് വെക്കാനായിട്ട്. ഇനി അത് നിങ്ങൾക്ക് അഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നൂല് അതേ കൂടെ ചുറ്റി വെച്ചേക്കുക. ഇങ്ങനെ ശരിക്കും അത് മടക്കി തിരികെ വെക്കാൻ അറിയാൻ മേലത്തുണ്ടെങ്കിൽ ഒരു നൂലും കൂടെ ചുറ്റി വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളിത് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളിത് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ നിൽക്കുക. ഇത് നിലത്ത് വീഴാനോ ഇത് മറ്റുള്ളവർ എടുക്കാനോ ഒന്നും ഇടയാകരുത്. നമ്മുടെ ബാഗിലത് ഇത്ര ദിവസം നല്ല അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, ആ ബാഗിലങ്ങ് ഇരുന്നോട്ടെ. നിങ്ങളതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യത്തിന് പോയാലും നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നാ കാര്യത്തിന് പോയാലും തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ധനവരവും നമുക്ക് കൂടും. നമുക്ക് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മഹാലക്ഷ്മി ദേവിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുപോലെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടി നമുക്ക് സൗഭാഗ്യങ്ങൾ കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വേണം ഒന്ന്. പിന്നെ ഈ പറയുന്നത് ശുദ്ധവൃത്തിയോടുകൂടി മാത്രമായിരിക്കണം ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ യാതൊരു ഗുണവും നമുക്ക് കിട്ടത്തില്ല. അതിന് എതിരായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുക. നിങ്ങൾ പോകുന്ന കാര്യങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ കൈപ്പിടിച്ചിടുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് മഹാലക്ഷ്മി ദേവിയമ്മ നമ്മുടെ കാര്യം സാധിച്ചു തരും. നമുക്ക് അതുപോലെയുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ പോവുക. അതുപോലെ ഈ ഓരോ മന്ത്രങ്ങളും ചെല്ലുമ്പോഴും നമ്മൾ ഓരോന്നും എടുക്കുന്നതിന് ഓരോ മന്ത്രങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചെല്ലുക. ചെല്ലിയതിന് ശേഷം വേണം നമ്മൾ വെക്കാനായിട്ട്. അത് നമ്മൾ ഒന്ന് പറഞ്ഞ് ഇതായതിനു ശേഷം നമ്മളത് തെറ്റാതെ വേണം പറയാനായിട്ട്. പറഞ്ഞ് നമ്മൾ ആ കാര്യങ്ങളും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഇത് വീണ്ടും പറയുന്നത് പിള്ളേരാരെങ്കിലുമൊക്കെ എടുത്ത് ബാഗിനകത്തൊന്ന് കളഞ്ഞു എടുത്തു അങ്ങനെയുള്ള ഇതൊന്നും വരരുത്. നമ്മൾ ഏതെങ്കിലും ആരും തൊടാത്തരുത് ആ ഒരു കുഞ്ഞ് ഉറക്കകത്ത് ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയുമ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ വന്ന് എടുക്കുന്നത്. അങ്ങനെ എടുക്കാത്ത രീതിയിൽ എപ്പോഴും പൈസ വെക്കുന്ന പേഴ്സാണെങ്കിലും ബാഗുകൾ നമ്മൾ ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. അതെവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളിൽ വരാനുള്ള ഭാഗ്യങ്ങളും കാര്യങ്ങളും ആ വഴിക്ക് തന്നെ ഇറങ്ങി പോകത്തേ ഉള്ളൂ. നമ്മളത് അതിൻ്റേതായ രീതി നമ്മൾ അതിനെ ബഹുമാനിക്കേണ്ട രീതി ബഹുമാനിച്ചില്ലെങ്കിൽ നമുക്ക് യാതൊരു ഗുണങ്ങളും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കാര്യതടസ്സങ്ങൾ മാറുന്നതും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഇനി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.